ഇനി നമ്മൾ ഭൂമിയെ സ്നേഹിക്കുമ്പോൾ തീർച്ചയായും ഭൂമി നമ്മളെ തിരിച്ച് സ്നേഹിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അത് ഏത് രൂപേണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭൂമി വന്ന് എല്ലാവരുടെയും സ്വന്തമാണ്. നമുക്കെല്ലാവർക്കുമുള്ളതാണ് ഈ ഭൂമി. പക്ഷേ ചിലവർക്കത് വാങ്ങാൻ കഴിയും, ചിലവർക്കത് വാങ്ങാൻ കഴിയുന്നില്ല. അതിനെ അനുഭവിക്കാൻ മാത്രം, കണ്ട് രസിക്കാൻ മാത്രമേ കഴിയൂ. എന്നാലും ഭൂമിക്ക് നമ്മളോട് സ്നേഹമുള്ളതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പറ്റും. എല്ലാവരും ഭൂമിയെ തൊട്ടെന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുക. അതാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. ആ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് റിയൽ അസറ്റാണത്. നമുക്ക് ഉള്ളൊരു അസറ്റ് എന്ന് പറഞ്ഞാൽ ഭൂമി തന്നെയാണ്. സോ എല്ലാവരും ഭൂമിയെ വാങ്ങിക്കുക. അതിലൊരു ട്രാൻസ്പെറൻസ്, നമ്മൾ ഡീൽ ചെയ്യുന്നത് ഭൂമിയാണ്. അതുകൊണ്ട് ആരാ ഭൂമി, നേച്ചർ ഭൂമിയെ നമുക്ക്, ഈ ഭൂമിയെ നമ്മൾ വിൽക്കുന്നതും വാങ്ങുന്നതും വളരെ സത്യസന്ധമായിട്ട് നടത്താനും ചെയ്യേണ്ടത് വളരെ നിർബന്ധമാണ്. കാരണം ഭൂമി നമുക്ക് തരുന്ന ഒരു സന്ദർഭമാണ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിംഗ്. ആ രീതിയിലാണ് ഇന്ന് കൂടി സമ്പാദിച്ചിരിക്കുന്ന ഓരോരുത്തരെയും നോക്കിക്കഴിഞ്ഞാൽ അവർ റിയൽ എസ്റ്റേറ്റ് ആൾക്കാരാണ്. ഒരു ലാൻഡ് വാങ്ങി ആ ലാൻഡിൽ ഒരു ബിൽഡിംഗ് കെട്ടി, ഒരു അപ്പാർട്ട്മെൻറ്റ് കെട്ടി വെക്കുമ്പോൾ എത്ര കണ്ട് മൾട്ടിപ്ലൈ ആവുന്നു. ഇത് എവിടെ നിന്ന് കിട്ടുന്നത്? ഭൂമി നിന്നല്ല കിട്ടുന്നത്. ആ ഭൂമിക്ക് നമ്മൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും അവിടെ മരങ്ങൾ നട്ടുപിടിപ്പിക്കണം, ഗ്രീനറിയാക്കി മാറ്റണം. ഗ്രീനാണ് വിജയത്തിൻ്റെ കളർ. അതുകൊണ്ട് ദയവ് ചെയ്ത് ട്രീ പ്ലാന്റിങ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏത് റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും നമ്മളതിൽ ഉൾപ്പെടുത്തണം. അതുകൊണ്ട് നമ്മൾ ഈ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് വളരെ ചിന്തിച്ചിട്ടും ഇതിൽ എല്ലാവർക്കും ഈ ഭൂമിയിൽ എന്തെങ്കിലും ലഭിക്കണം എന്നുള്ള ചിന്തയോടുകൂടെ നമ്മളൊരു പുതിയ കോൺസെപ്റ്റ് റിയൽ എസ്റ്റേറ്റിലൂടെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഏവർക്കും ഇതിൽ ലാഭകരം എന്തെങ്കിലും ഒന്ന് ഭൂമിയിൽ നിന്ന് കിട്ടാനുള്ള ഒരു വകുപ്പ് നമ്മൾ ഈ കോൺസെപ്റ്റിലൂടെ കൊണ്ടുവരും. നമുക്കും ഭൂമിയെ സ്നേഹിക്കണം. ഭൂമി നമുക്കിതൊരു അനുഗ്രഹമായിട്ടാണ് ഈ റിയൽ എസ്റ്റേറ്റ് തരാൻ പോകുന്നത്. അത് തരുമ്പോൾ ഈ കോൺസെപ്റ്റിലൂടെ നിരവധി പേർക്ക് പൈസ കിട്ടാനുള്ള ശ്രമമാണ് നമ്മൾ ആലോചിച്ച് കൊണ്ടിരിക്കുന്നത്. ആ കോൺസെപ്റ്റ് ഞാൻ ഉടൻ തന്നെ നിങ്ങൾക്ക് അറിയിക്കുന്നതാണ്.